ഇപ്പോൾ വേറൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയെ കൊച്ചുമകൻ ക്രൂരമായി മർദ്ദിച്ചു. കണ്ടങ്ങാളി സ്വദേശി കാർത്തിയാനിയെയാണ് കൊച്ചുമകൻ ലിജു ആക്രമിച്ചത്. വാർദ്ധക്യ പ്രശ്നങ്ങളുള്ള കാർത്തിയാനി കൂടെ താമസിക്കുന്നതിനുള്ള വിരോധമാണ് മർദ്ദന കാരണമെന്നാണ് എഫ്ഐആറിലുള്ളത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അരുൺ, ഈ പ്രായം അത് അധികമായപ്പോൾ അവർക്ക് ബാധ്യതയായി തോന്നിയതാണോ അതിക്രൂര മർദ്ദനത്തിന് കാരണം? ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടോ? മുത്തശ്ശിയുടെ ആരോഗ്യസ്ഥിതി അതെങ്ങനെയാണ്? ഗുരുതരമായി തന്നെ ഈ വയോധികക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഈ ക്രൂരമായ മർദ്ദനം ഉണ്ടായത്. പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശിയായിട്ടുള്ള കാർത്തിയാനിയാണ് കൊച്ചുമകൻ റിജു ഈ രീതിയിൽ മർദ്ദിച്ചത്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സ്വത്ത് വീതം വെച്ചതുമായി ബന്ധപ്പെട്ട് ആ സ്വത്ത് വീതം വെച്ചതിന് ശേഷം ഈ റിജുവിന്റെ അമ്മക്കായിരുന്നു ഈ വീട് വീതത്തിൽ നൽകിയത്. അപ്പോൾ ഈ സ്വാഭാവികമായും ഈ വയോധിക, അതായത് ഈ മുത്തശ്ശിയെ നോക്കേണ്ടത് ഈ റിജുവിന്റെ അമ്മയാണ്. അത് ഈ റിജുവിന് ഇഷ്ടമല്ല. അതായത് മുത്തശ്ശി അവിടെ വീട്ടിൽ കഴിയുന്നത് റിജുവിന് ഇഷ്ടമല്ല. അതിനു മുമ്പും ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം മറ്റു ബന്ധുക്കൾ ഇടപെട്ട് ഈ വയോധികയെ നോക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഹോം നേഴ്സിനെ നിയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഹോം നേഴ്സ് എത്തിയപ്പോഴാണ് ഈ കാർത്തിയാനിയെ ക്രൂരമായി മർദ്ദിച്ച നിലയിൽ മുറിയിൽ കണ്ടെത്തിയത്. അങ്ങനെ ഹോം നേഴ്സാണ് ഇതിൽ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കൊച്ചുമകനാണ് ഈ കാർത്തിയാനിയെ മർദ്ദിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കാർത്തിയാനി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. ക്രൂരമായ തന്നെ ഇടപെട്ടൊരു കാര്യം ചോദിക്കട്ടെ. അതിക്രൂരമായി പരിക്കേറ്റ് മുത്തശ്ശി ആ വീട്ടിൽ കിടക്കുമ്പോഴും ഈ പരിക്കേറ്റ സംഭവം വീട്ടുകാർ പുറത്തറിയിച്ചില്ല. ചികിത്സ തേടാനുള്ള മാർഗങ്ങൾ ഒന്നും അവർ തേടിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഹോം നേഴ്സ് എത്തിയതിനു ശേഷമാണ് ഈ കാർത്തിയാനി ഈ രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ഈ മുറിയിൽ കിടക്കുന്നത് ആ ഹോം നേഴ്സാണ് കണ്ടത്. തുടർന്ന് ഈ ഹോം നേഴ്സ് തന്നെയാണ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. അപ്പോൾ ഈ റിജു ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് ഇങ്ങനെ പരിക്കേറ്റ് കാർത്തിയാനി ആ മുറിയിൽ കിടക്കുന്നത് വീട്ടിലെ മറ്റ് ബന്ധുക്കൾക്ക് അറിയാമായിരിക്കാമെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. സ്വാഭാവികം എന്നാൽ കൂടുതൽ പോലീസിന്റെ അന്വേഷണം എന്തായാലും നടത്തി വരികയാണ്. ക്രൂരമായ മർദ്ദനം നടന്നിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കൊച്ചുമകൻ ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ശരി, മുത്തശ്ശി അതിക്രൂരമായി മർദ്ദിച്ച കൊച്ചുമകൻ ഇപ്പോഴും ഒളിവിലാണ്. യുവത്വം എന്ന് പറയുന്നത് കാലാതീതമായി നിലനിൽക്കുന്ന പ്രതിഭാസമല്ല. എല്ലാ യുവത്വവും വാർദ്ധക്യത്തിന് വഴിമാറും. ആ കാര്യം മറക്കാതിരിക്കുക. മറ്റു വാർത്തയിലേക്കാണ്.